ഓം ശാന്തി. ഭഗവാന്റെ മഹാവാക്യത്തില് ഇന്ന് ഈശ്വരൻ പറഞ്ഞത്, മക്കളെ, ക്രോധികളോട് നിങ്ങൾക്കുണ്ടാകേണ്ടത് അനുകമ്പയാണ്. നമ്മുടെ എല്ലാം ജീവിതത്തില് പലപ്പോഴും വളരെ പ്രിയപ്പെട്ടവരും ഏറ്റവും അടുത്ത് ഇടപഴകുന്നവരുമായ ചിലർക്ക് പെട്ടെന്ന് ക്രോധിക്കുന്ന സ്വഭാവം ഉണ്ടാവും. പക്ഷെ നമ്മൾ അവരെ നോക്കുകയാണെങ്കിൽ അവർ വളരെയധികം സ്നേഹികളുമായിരിക്കും, വളരെ നല്ല, നമ്മളെക്കാൾ ഒരുപക്ഷെ അധ്വാനിക്കുന്നവരുമായിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് അവരോട് പിണങ്ങാനോ പിണക്കാനോ കഴിയില്ല. എന്നാൽ പെട്ടെന്ന് ക്രോധിക്കുന്ന സ്വഭാവമുള്ളവരെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും? ഭഗവാൻ പറഞ്ഞതെന്ന്, മക്കളെ, ക്രോധിക്കുന്നു അർത്ഥം അവർ പരവശരാണ്, പരന് വശപ്പെട്ടിരിക്കുകയാണ്. ആരാണ് പരൻ? ക്രോധം എന്ന അന്യന്റെ കയ്യിലാണ് അവരുടെ നിയന്ത്രണം. അവരുടെ നിയന്ത്രണം അവരുടെ കയ്യിലല്ല. അതുകൊണ്ട് ആ സമയത്ത് അവര് ചിലപ്പോൾ വളരെയധികം നിങ്ങളെ ആക്ഷേപിക്കും, നിന്ദിക്കും, മോശമായി പെരുമാറും. ഏത് തരത്തിലുള്ള പെരുമാറ്റ ദൂഷ്യങ്ങൾ അവരിൽ നിന്ന് സംഭവിക്കുന്നതും ആ പരന്റെ പിടിയിൽപ്പെട്ട, ക്രോധമാകുന്ന രാവണന്റെ പിടിയിൽപ്പെട്ട, ക്രോധമാകുന്ന ഭൂതത്തിന്, ആ ക്രോധമാകുന്ന പ്രേതത്തിന് വശപ്പെട്ടതിൻ്റെ കുഴപ്പമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അവരോട് അനുകമ്പയാണ് തോന്നേണ്ടത്, ദയ, കരുണ. ആ അനുകമ്പ നിങ്ങൾക്ക് അവരോട് തോന്നുകയാണെങ്കിൽ, അതായത് ഇവർ അന്യന്റെ പിടിയിൽ പെട്ടുപോയല്ലോ, സെൽഫ് കൺട്രോൾ നഷ്ടപ്പെട്ട അവസ്ഥയല്ലേ, അപ്പം നിങ്ങൾക്ക് അവരോട് പിണക്കം തോന്നില്ല, ദേഷ്യം വരില്ല. ഇല്ലെങ്കിലോ അവർക്ക് ദേഷ്യം വന്നു, അതിൻ്റെ പ്രഭാവം നമ്മുടെ മേലെ ഉണ്ടായാൽ അണുബാധ പോലെയാണ്. ക്രോധമാകുന്ന അണു നമ്മുടെ ഉള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കും. അപ്പം നമ്മളും തിരിച്ച് അതേപോലെ ക്രോധിയായി മറുപടി കൊടുക്കാനും പെരുമാറാനും ഒക്കെ തുടങ്ങിയാൽ നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ ജീവിതം എന്തായിത്തീരും? അങ്ങനെയാണല്ലോ കൂടുതൽ ബന്ധങ്ങൾ തകർന്നുടയുന്നത്. പിന്നീട് കുടുംബത്തിലായാലും ഒരുപക്ഷെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഏത് സ്ഥലമാകട്ടെ, അവിടുത്തെ അന്തരീക്ഷം എന്താകും അല്ലേ? അപ്പം അതുകൊണ്ട് ഭഗവാൻ എന്ന് പറഞ്ഞത്, ക്രോധിക്ക് നൽകാവുന്ന ഏറ്റവും നല്ല മറുപടി, ആ സമയത്ത് നിങ്ങൾ അവരോട് ഉള്ളുകൊണ്ടുള്ള ആത്മീയമായൊരു സ്നേഹത്തോടെ, ഉള്ളുകൊണ്ടുള്ള കരുണയോടുകൂടി, ഇവരും ഭഗവാന്റെ ഒരു കുട്ടിയാണ്, എൻ്റെ സഹോദരാത്മാവാണ്, ഈ സമയത്ത് ഇവർ ക്രോധമെന്ന ഭൂതത്തിൻ്റെ പിടിയിൽ പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ കുറച്ച് സൈലൻസിലിരുന്നാൽ, കുറച്ച് നേരം ഒന്നും മിണ്ടാതിരുന്നാൽ, അല്പമൊന്ന് ക്ഷമിച്ചാൽ, കുറച്ച് സമയത്തേക്കൊന്ന് നമുക്ക് സഹനശീലതയോടെ ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ, കുറച്ച് കഴിയുമ്പോൾ അവരുടെ ചൂടൊക്കെ തണുക്കുമ്പോൾ നമുക്ക് എന്താണോ പറയാനുള്ളത് അത് പറയാം. ഇല്ലെങ്കിൽ ക്രോധത്തോടെ ഇരിക്കുന്ന ആൾ എന്ത് പറയുമ്പോഴും അവരോട് നമ്മൾ എങ്ങനെ തിരിച്ച് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചാലും, ഒരു പക്ഷെ നമ്മുടെ കയ്യിൽ തെറ്റില്ലെങ്കിൽ പോലും നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം ക്രോധം കൊണ്ട് ചൂട് പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ ദോശക്കല്ലിൽ, ചൂട് തവയിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് ചൂന്നങ്ങ് പോവുകയുള്ളൂ. അവർക്ക് നമ്മൾ പറയുന്നതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല, തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ അവരെ ആ സമയത്ത് നമ്മൾ ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പക്ഷെ അവരെ നമുക്ക് ഉൾക്കൊള്ളണമെങ്കിലും, അവരോട് അനുകമ്പ തോന്നണമെങ്കിലും, അവരെ പ്രതി ശുഭാവന, കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ ദേഷ്യം മാറും. അപ്പോഴെനിക്ക് പറയാനുള്ളത് പറയാം. അങ്ങനെയുള്ള ശുഭഭാവനകളും ശുഭപ്രതീക്ഷകളും വെച്ചുകൊണ്ട് നമുക്ക് അവരോട് നല്ല രീതിയിൽ ഒരു ആത്മീയ സ്നേഹത്തോടു കൂടി പെരുമാറാൻ കഴിയണമെങ്കിൽ, അവിടെയാണ് നമുക്ക് ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ ആവശ്യം. രാജയോഗ ധ്യാനം നമ്മളെ ഇവിടെ സഹായിക്കും. മെഡിറ്റേഷൻ ചെയ്യുന്തോറും നമ്മുടെ ഉള്ളിലെ സെൽഫ് കൺട്രോൾ കൂടും. അതുകൊണ്ട് എല്ലാവരും ഒരു നല്ല ദൃഢമായ സങ്കല്പം എടുക്കൂ, രാജയോഗ ധ്യാനം പരിശീലിക്കണം.
ധ്യാനത്തിലൂടെ നമുക്ക് നല്ല കൺട്രോൾ വരും, വളരെയധികം മാറ്റം വരും. വ്യക്തിപരമായിട്ട് സിസ്റ്റർക്ക് ഫീൽ ചെയ്യാറുണ്ട്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പിലത്തെ ഞാനും ഇപ്പോഴത്തെ ഞാനും തമ്മിൽ എനിക്ക് തന്നെ തോന്നാറുണ്ട് എത്ര രാത്രിയും പകലും പോലുള്ള അന്തരം ഉണ്ടാകും. കുറച്ച് നാളൊക്കെ മുമ്പ് വരയ്ക്കും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മോശമായിട്ട് പെരുമാറിയ, പൊതുവെ തിരിച്ചു പറയുന്ന സ്വഭാവം കുറവാണ്, പക്ഷേ എങ്കിലും ചില സമയത്തൊക്കെ നമ്മുടെയും കൺട്രോൾ വിട്ടു പോകുമായിരുന്നു. അപ്പം നമ്മൾ മോശവാക്കുകളോ അല്ലെങ്കിൽ കടുത്ത വാക്കുകളോ പറഞ്ഞില്ലെങ്കിലും ചില സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പെരുമാറിയിരുന്നു. പക്ഷേ ജീവിതത്തിൽ അനുഭവങ്ങൾ പഠിപ്പിച്ച പാഠം, നമ്മൾ എത്ര കൂടുതൽ സ്ട്രിക്റ്റ് ആകുന്നു അല്ലെങ്കിൽ ക്രോധിക്കുന്നവരോട് നമ്മളും അതേ നാണയത്തിൽ മറുപടി പറയാൻ തുടങ്ങുന്നു, അതിലൂടെ നമുക്ക് പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടുന്നില്ല എന്നത് മാത്രമല്ല, നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ കേടുവരിക മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ എത്രത്തോളം നമുക്ക് ആ സമയത്ത് സഹനശക്തി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ, ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, പിന്നീട് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഫലം മധുരമായിട്ട് തോന്നാറുണ്ട്. കാരണം നമ്മുടെ ബന്ധങ്ങൾ കേടുവരുന്നുണ്ടാവില്ല. 10, 25, 30 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നോക്കുമ്പോൾ അതേ ആൾക്കാരോടൊപ്പം ഇന്ന് നമുക്ക് പണ്ടുള്ളതിനേക്കാളും വളരെ സ്നേഹത്തോടു കൂടി അവരോടൊപ്പം ഇടപഴകാനും ഒരുമിച്ച് നമുക്ക് കർമ്മക്ഷേത്രത്തിൽ വ്യവഹരിക്കാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് ജീവിതാനുഭവം നമ്മളെ പഠിപ്പിക്കുന്നതും ഈശ്വരൻ നമ്മളെ പഠിപ്പിച്ച് ആ പഠിപ്പിലൂടെ കിട്ടിയ ജീവിതാനുഭവങ്ങളും ഇത് തന്നെയാണ്. ക്രോധിയുടെ അടുത്ത് നമ്മൾ അതേ നാണയത്തിൽ പെരുമാറുന്നതിന് പകരം അല്പം അനുകമ്പയോടെ, വളരെ ഹൃദയം നിറഞ്ഞ ശുഭഭാവനയോടെ നമ്മൾ അല്പം ക്ഷമ കാണിക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് അവരോട് നമുക്ക് പറയാനുള്ള കാര്യം തീർച്ചയായും പറയാൻ കഴിയും. മാത്രമല്ല, കൂടുതൽ എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്, ആരേറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നു അവരേറ്റവും കൂടുതൽ ഉള്ളുകൊണ്ട് സ്നേഹികളായിരിക്കും. നമ്മളോട് അവർക്ക് വളരെയധികം സ്നേഹമായിരിക്കും, കാര്യങ്ങളോടും വളരെ സ്നേഹവും ആത്മാർത്ഥതയുണ്ടാകും. കേവലം ഒരു ദൗർബല്യം മാത്രമേ ഉള്ളൂ, അവർക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് പൊട്ടിത്തെറിക്കണം. അപ്പം അങ്ങനെയുള്ള അവരുടെ പ്ലസ്സുകൾ നമ്മൾ വാച്ച് ചെയ്യണമെങ്കിൽ അവരുടെ ആ പ്ലസ്സുകൾ കൊണ്ട് നമുക്കുള്ള ഗുണം, കാര്യങ്ങളിലുള്ള ഗുണം അത് ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞാലും നമുക്ക് അവരോടൊപ്പം ചേർന്ന് പോകാൻ, അവരെ ഉൾക്കൊള്ളാൻ, അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഉൾക്കൊള്ളാനും നമുക്കപ്പോൾ അവരോട് വെറുപ്പില്ലാതെ തന്നെ അവരോട് ഇടപഴകാൻ കഴിയും. ഓം ശാന്തി.